ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ കഥ എന്ന്. കഥയൊക്കെ വഴിയെ പറയാം. വെക്കേഷനൊക്കെ ആയില്ലേ, ചുമ്മാ ഇരുന്ന് നേരം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ പോരാളി പറഞ്ഞു നമുക്കൊരു വെക്കേഷൻ ക്ലാസ് ആരി വർക്കിൻ്റെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലും ഒരു 2 മാസത്തേന്ന്. നമുക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓക്കേന്ന്. അങ്ങനെ നമ്മൾ പുതിയ ഒരു കോഴ്സിന് ചേർന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വഴിയെ പറയാം. അപ്പോൾ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ മണ്ണൂത്തിയിലേക്ക് പോകേണ്ടതുണ്ട്. മാം കൊറിയർ ചെയ്തിട്ടുണ്ട്. കൊറിയർ ഓഫീസിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ നമ്മുടെ ജിതിമാമ വന്നു വണ്ടിയിൽ കയറി നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് യാത്ര. പോകും വഴിക്ക് കുറച്ച് പച്ചക്കറികൾ കൂടി വാങ്ങിക്കാനായിട്ട് നമ്മുടെ പോരാളി പറയാനായിട്ട് മറന്നില്ല. പോരാളി അതാ കോളിൽ കൂടിയുണ്ട്. ഓരോരോ കാര്യങ്ങൾ എത്രയൊക്കെ ഗ്രാം വീതം വേണം, എത്രയൊക്കെ കിലോ വീതം വേണം എന്നുള്ളതൊക്കെ കോളിലിരുന്നു കൊണ്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് കടയിലത്തെ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, കൂർക്ക, സവാള, ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, നേന്ത്രപ്പഴം എന്ന് തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേട്ടനോട് പറഞ്ഞു കൊടുത്തു. ചേട്ടൻ അതെല്ലാം എടുത്ത് കവറിലാക്കി. കറിവേപ്പില കവറിലിട്ടപ്പോൾ ശരിയാവാത്തത് കൊണ്ട് പേപ്പറിൽ പൊതിഞ്ഞ് ചേട്ടൻ കയ്യിൽ തന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും കൊറിയർ ഓഫീസിലേക്ക്. വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ കൊറിയർ ഓഫീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് കൊറിയർ ഓഫീസിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് ഒപ്പിട്ട് നമ്മുടെ കൊറിയറൊക്കെ കൈപ്പറ്റി അങ്ങനെ നമ്മൾ തിരിച്ചതാ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക്. ഇതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ വരവ്. അതുകൊണ്ട് ഷൂ പോലും ഊരാണ്ട് സിറ്റ് ഔട്ടിലിരുന്ന് പാഴ്സലുകളൊക്കെ നമ്മൾ പൊളിച്ച് നോക്കുകയാണ് ഏതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. ആദ്യം തുറന്നപ്പോൾ തന്നെ കുറച്ച് ക്ലിപ്സുകളാണ് കിട്ടിയത്. 24 ക്ലിപ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ക്ലോത്ത് നമ്മുടെ സ്റ്റാൻഡിൽ സെക്യൂർ ചെയ്യാനുള്ള ക്ലിപ്സുകളാണ് കേട്ടോ. സ്റ്റാൻഡും അതിൻ്റെ കാലുകളും ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. എല്ലാം പാർട്സായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ആരിയുടെ നീഡിലുകളുണ്ട്, പലതരത്തിലുള്ള ഗോൾഡൻ്റെ ബീഡ്സുകളുണ്ട്. ചെറിയ ബീഡ്സുകളാണ് നമ്മൾ ആദ്യത്തെ പാക്കറ്റിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ സർദോസി, പിന്നെ പലതരത്തിലുള്ള കല്ലുകളുണ്ട്, കുന്തൻ സ്റ്റോണുകളുണ്ട്, കട്ട് ബീഡ്സ്, ട്യൂബ് ബീഡ്സ്, സെറി ത്രെഡ്, അങ്ങനെ പലതരത്തിലുള്ള ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ആദ്യത്തെ പാക്കിലുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പാക്ക് തുറന്നപ്പോൾ അതിനകത്ത് പച്ചയും നീലയൊക്കെയുള്ള കല്ലുകളും ചുവപ്പും ഗോൾഡൊക്കെയുള്ള കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പൊട്ടിച്ച പാക്കിനകത്തുള്ളത് ത്രെഡുകളായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള ത്രെഡുകൾ, അതായത് എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ത്രെഡുണ്ട്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ത്രെഡുണ്ട്, പിന്നെ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പെൻസിൽ എന്ന് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നമ്മൾ അതിൽ നിന്ന് എടുത്തു. അതിനുശേഷം നമുക്ക് ഉൾവിളി വന്നു വിശപ്പിൻ്റെ. അങ്ങനെ നമ്മൾ വീട്ടിലുള്ള തട്ടിക്കൂട്ട് കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിശപ്പിനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നീഡിലൊക്കെ നമ്മുടെ ത്രെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടാസ്ക് എന്ന് പറയണത് ഒരു 5 ഫ്ലവർ വരയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 6 ഫ്ലവറും നമ്മൾ വരച്ച് മാമിന് അയച്ചു. മാം ഓക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്ക് നോട്ട് ഇടാൻ പഠിക്കലായിരുന്നു. അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമുക്ക് ലോങ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കാനായി തന്നു. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ സത്യത്തിൽ കിളി പോയി. കാരണം നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസ് പോലെയല്ല. ഓരോ ഭായിമാരൊക്കെ ഇരുന്ന് ചടപടേന്ന് ചെയ്യണതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ ഒരെണ്ണം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ തന്നെയായിട്ട് ടൈം എടുക്കുകയാണ്. അതോ സൂചി കുത്തുമ്പോൾ അടിയിലുടക്കും, നൂലുടക്കും, നൂല് പൊട്ടും, അങ്ങനെ പല പ്രശ്നങ്ങളും ആദ്യത്തേതിനകത്ത് വന്നു. പക്ഷെ നമ്മൾ തോറ്റ് പിൻവാങ്ങാനായിട്ട് ഒരുക്കമല്ല. കാരണം നമുക്കിത് ആവശ്യമാണ്, ആഗ്രഹമാണ്. എന്തിനോടും ഒരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അത് പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വളരെ സമയമെടുത്ത് തന്നെ അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വീഡിയോസ് നോക്കും, പിന്നെയും നമ്മൾ ചെയ്യും, വീണ്ടും വീഡിയോസ് നോക്കും ചെയ്യണത് ശരിയാണോ എന്ന്. അങ്ങനെ നമ്മൾ ഒരു ലൈൻ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗം നമ്മൾ പൂർത്തിയാക്കി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എവിടെയാണ് പഠിക്കുന്നത്, ഏത് കോഴ്സാണ് ഈ ഹാൻഡ് എംബ്രോയ്ഡറികളിൽ വരുന്ന എടുക്കുന്നതെന്ന്. ആരി വർക്ക് എന്നാണ് ഇതിന് പറയുക. ആരി വർക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നീഡിലുകൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങും ആ വർക്കിന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. യുണീക്ക് ഡിസൈൻ ആരി അക്കാദമി എന്ന് പറയുന്ന ഓൺലൈൻ അക്കാദമിയിലാണ് നമ്മൾ ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്.
അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നത്തെ ഷോർട്ട് വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ അടക്കം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതിൽ കയറി മാമുമായി കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക. വളരെ നല്ല ക്ലാസ്സാണ്. അതുപോലെ തന്നെ നമ്മളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മാമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ മെസ്സേജ് ചെയ്താലും കോൾ ചെയ്താലും 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് റിപ്ലൈ കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ വളരെ വിജയകരമായി 2 ലൈനും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒരു 30 ലൈൻ ഹോംവർക്ക് ചെയ്യുകയെന്ന്. അത് നമ്മൾ നൈറ്റിലേക്ക് മാറ്റി വെച്ചു ചെയ്യാനായിട്ട്. കുറേ നേരം നമ്മൾ ആദ്യമായിട്ടിരിക്കുമ്പോൾ നടുവേദനയൊക്കെ വന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി തുടർന്ന് നമ്മൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ വരും. കോമഡി വീഡിയോസും കുക്കിംഗ് വീഡിയോസും ട്രാവലിംഗ് വ്ളോഗുകളും ഷോപ്പിംഗ് വ്ളോഗുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.